ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ ഇന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തില് ബെത്സയിദ കുളക്കരയില് 38 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. 38 വർഷം. 38 × 365 എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ്. അത്രമാത്രം ദിവസങ്ങള് തളർന്ന് സൗഖ്യത്തിന്റെ വക്കില കിടക്കുക. ആ കുളത്തിൽ ഇറങ്ങുന്നവർക്കൊക്കെ സൗഖ്യം കൊണ്ടുവന്നു. അനേകായിരങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടുകൊണ്ട് ആ മനുഷ്യൻ കിടക്കുക. ഈശോ വന്നപ്പോൾ ആ മനുഷ്യൻ കണ്ടപ്പോൾ തോന്നി, ഒത്തിരി കാലമായിട്ട് അവിടെ കിടക്കുന്നു. അതുകൊണ്ട് ഈശോ അവനോട് ചോദിക്കുക, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറയുന്നത് ഒരു കംപ്ലൈൻറ്റാ, വെള്ളം ഇളകുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല. അവൻ്റെ മനസ്സിന് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവനോട് ഈശോ ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 8ഉം 9ഉം തിരുവചനങ്ങൾ. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അവനോട് ഈശോ പറയും, നീ നിന്റെ കിടക്ക എഴുന്നേറ്റ് നടക്കട. അപ്പൊ തന്നെ അവൻ നടക്കുക. ഈശോയുടെ വചനം വന്നു. അവൻ അപ്പൊ തന്നെ ആ വചനം അവനിൽ സംഭവിച്ചു. പ്രിയ സഹോദര സഹോദരി, നീ ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. നീ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചാൽ ആ നിമിഷം ആ വചനം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കും. നിന്റെ അവസ്ഥകൾ എന്തുമാകട്ടെ, വർഷങ്ങൾ എന്തുമാകട്ടെ, കർത്താവിന്റെ വചനം ഈ നിമിഷം തന്നെ നിന്നിൽ പ്രവർത്തിക്കും. നീ വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ നാമത്തില് ഈ വ്യക്തിയില് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കട്ടെ. വചനം ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന പൂർണ്ണമായ ബോധ്യം ഈ വ്യക്തിക്ക് നൽകണമേ. ഇന്നത്തെ ദിവസത്തെ നീ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ, കുമ്പിട്ടാരാധിച്ചിടാ.